ഒരു വീട് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഒരു ഷെൽട്ടർ എന്നുള്ളൊരുപരി ഒരു പീസ്ഫുൾ ഏരിയ എന്നുള്ളതാണ്. നമ്മുടെ മറ്റുള്ള എല്ലാ ജോബുകളും കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് ഒരു സ്പോട്ടിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടും പീസായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്നുള്ള ഒരു സ്പേസ് എന്നുള്ള രീതിയിലാണ് ഒരു വീട് എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഇനി ഈ ഒരു സ്പെസിഫിക് റെസിഡൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റെസിഡൻസിൻ്റെ ഈ ഒരു ഡിസൈനിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന കാരണം മാക്സിമം നാച്ചുറൽ ലൈറ്റ്സിനെ ഈ വീടിൻ്റെ അകത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ വെന്റിലേഷൻസ്, കോസ്റ്റ് വെന്റിലേഷൻസ്, ക്ലയൻറ്റിന് മാക്സിമം കംഫർട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഈ റെസിഡൻസ് ഡിസൈൻ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഈ കറണ്ട് റെസിഡൻസിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ടോട്ടലി 5 BHK ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂം, ഒരു പാരൻസ് ബെഡ്റൂം, ഒരു കിഡ്സ് ബെഡ്റൂം. മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് 2 ഗസ്റ്റ് ബെഡ്റൂംസാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരു പാൻട്രി കിച്ചൺ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഇന്നർ കിച്ചൺ വർക്ക് ഏരിയ എന്നുള്ള രീതിയിൽ അതൊരു ലാർജ് സ്കെയിൽ കിച്ചണിലാണ്. ഈ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ കിച്ചണിൽ നമ്മൾ WPC മെറ്റീരിയൽസിലാണ് ടോട്ടലി കിച്ചൺ നമ്മൾ ചെയ്തിട്ടുള്ളത്. കിച്ചൺ ടോപ്പ് നമ്മൾ കോട്ട്സിൻ്റെ ഫുൾ ബോഡിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി സ്റ്റെയർ നോക്കുകയാണെങ്കിൽ ടോട്ടലി നമ്മൾ ഒരു വുഡൻ തീമിലാണ് സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. ടോട്ടലി ഗ്ലാസ് വെച്ചിട്ട് ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്തിട്ട് ഒരു എൻഡ്ലെസ് ഡിസൈനിലാണ് സ്റ്റെയർ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് എക്സ്റ്റീരിയറിലോട്ട് ഒരു ആക്സസ് ഉള്ള ഒരു വരാന്ത കൊടുത്തിട്ടുണ്ട്. ഫാമിലി ലിവിങ്ങിൽ നിന്നും ഡയറക്റ്റ് ആക്സസ് ഉള്ള ഒരു വരാന്ത പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ കോമൺ വാഷ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഇന്നർ കോർട്ട്യാർഡിലാണ് കോമൺ വാഷ് ചെയ്തിട്ടുള്ളത്. ഇനി ഇൻറ്റീരിയർ കളർ തീമിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വാം ആൻഡ് ടൈംലെസ് കളർ തീംസാണ് മൊത്തത്തിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എല്ലാം ന്യൂട്രൽ കളേഴ്സ് വേണമെന്നുണ്ടായിരുന്നു. ബ്രൈറ്റ് ആയിട്ട് കളേഴ്സൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാതും ഒരു ന്യൂട്രൽ കളർക്ക് കൊണ്ടുവരാൻ എന്നുള്ളതായിരുന്നു. അതൊക്കെ എല്ലാതും അതുപോലെ തന്നെ നമുക്കെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ ഭയങ്കര സ്പേസസ് ആയി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയറും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മളെ യൂണീക്കായിട്ട് ഫർണിച്ചർ ആയാലും ബാക്കി എല്ലാ ഡിസൈനും യൂണീക്കായിട്ട് വേണമെന്നുണ്ടായിരുന്നു. അതും ഉദ്ദേശിച്ച പോലെ വന്നിട്ടുണ്ട്.